ഉച്ച സമയത്തൊക്കെ ആയിരിക്കുമ്പോഴത്തേനും ഭയങ്കര ചൂടാണ്. രാവിലെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പേ പിടിച്ച് അതിലങ്ങ് നടക്കുക. നല്ല വർക്കുണ്ട്. ഈ സമയത്തൊക്കെ ഭയങ്കര സീസണായിരിക്കും. ഇപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. തിരക്കാവുന്ന ടൈമിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല. വെളിയിലേക്ക് പോകാനോ ഒന്നും സമയം കിട്ടത്തില്ല. ഉച്ചയാകുമ്പോഴത്തേനുമൊക്കെ നല്ല ഇത്തിരി സമയം റെസ്റ്റ് കിട്ടും. 2-3 മണി, 3:30 തൊട്ട് 4 മണി വരെയൊക്കെ ആ ഒരു ടൈമിൽ ആണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ആ സമയത്ത് നമ്മൾ പുറത്ത് പോയി അവിടെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗോവൻ ജീവിതത്തെക്കുറിച്ചാണ്. ഗോവൻ ജീവിതത്തിലെ ഡോണാപ്പോളയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ആയിരിക്കുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസാണ്. കേരളത്തിലെ തന്നെ നമ്പർ 1 ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഗോവ. അവിടെ നമ്മൾ കുറേ നാളുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒത്ത് അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതമായിരുന്നു അവിടെ. നമ്മുടെ സിതാദെ ഗോവ എന്ന് പറയുന്ന വലിയൊരു 7 സ്റ്റാർ ഹോട്ടലിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ താമസവും. നമ്മുടെ ഹോട്ടലും അവിടെ തന്നെയായിരുന്നു. അവിടുത്തെ വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ റെസ്റ്റ് കിട്ടുന്ന സമയത്ത് തൊട്ടടുത്ത നമ്മൾ ഹോട്ടലിലൊന്നും കഴിക്കാവുന്നില്ലായിരുന്നു. പുറത്ത് പോയായിരുന്നു കഴിക്കുന്നത്. അവിടെ നല്ല മീൻ പൊരിച്ചതും നല്ല മലയാളി ഊണൊക്കെ കിട്ടും. അതൊക്കെ കഴിച്ചിട്ട് ഒരു 3:30 തൊട്ട് 6 മണി വരെ കിടന്ന് റൂമിൽ ഉറങ്ങും. ചില ദിവസം ഉറങ്ങും, ചില ദിവസം ഉറങ്ങത്തില്ല. അപ്പോൾ ആ റെസ്റ്റ് റൂമിലൊക്കെ നല്ല ചൂടാണെങ്കിൽ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകും. അവിടെ അടുത്ത് തന്നെ ഡോണാപ്പോള ബീച്ചുണ്ട്. നല്ല അടിപൊളി ഒരു ബീച്ചാണ്. കടലിലേക്ക് ഇറങ്ങി സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ചാണ്. ഒരു 100 മീറ്റർ കടലിലേക്ക് ഒരു നടപ്പാതയുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ വെയിലൊക്കെ ആണെങ്കിൽ അവിടെ പോയി അങ്ങ് ഇരിക്കും. നല്ല രസമാണ്. കടലിൻ്റെ ആ എരമ്പും ബോട്ടുകളിലും ആ ഡ്രഡ്ജറുടെ എല്ലാം സൗണ്ട് ഒക്കെ കേട്ട് അവിടെ അങ്ങ് കുറേ സമയം ഇരിക്കും. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളങ്ങനെയുള്ള അടിപൊളി ജീവിതത്തിലൊക്കെ ജീവിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് ഒരു ഗ്രാമീണ ജീവിതമാണ് ഇവിടെ. അപ്പോൾ ഗ്രാമീണ ജീവിതമാകുമ്പം നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കൂട്ടുകാരെ കാണിക്കുന്നത്. പിന്നെ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു ചെറിയ കോഴിക്കൂട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെയാണ് കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വീഡിയോ എങ്ങനെയാണ്, വീഡിയോയും പോട്ടെ, നമ്മുടെ ഈ കോഴിക്കോട് എങ്ങനെയാണ് നിർമ്മിച്ചത്, അത് എന്തുമാത്രം ചിലവായി, അത് എത്ര നാളെടുത്തു, എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു, അതൊക്കെയാണ് കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ ഏകദേശം ഒരു ഔട്ട്സൈഡായിട്ടുള്ള കാഴ്ചകൾ. ഇതിൻ്റെ ഫസ്റ്റ് തൊട്ടുള്ള ആ ഇങ്ങനെ കളങ്കളമായിട്ടുള്ളതല്ലേ, നമ്മൾ അതിൻ്റെ പ്ലാറ്റ്ഫോം വെച്ചപ്പോൾ തൊട്ടുള്ള അതിൻ്റെ പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ വീഡിയോയുടെ അടക്കി ഇടാം. അപ്പോൾ നമ്മുടെ ചെറുക്കനും ഞാനും കൂടിയാണ് ഏകദേശം ഓണത്തിൻ്റെ ഒരു സമയത്താണ് നമ്മൾ സ്റ്റാർട്ടായത്. അതായത് സെപ്റ്റംബർ മാസം ലാസ്റ്റോടു കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഏതാണ്ട് 1 മാസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്കിപ്പോൾ റെസ്റ്റാണല്ലോ, കൂട്ടുകാർക്ക് അറിയാൻ പറ്റുമല്ലോ, അധികം വർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ ഇതൊരു രസത്തിന് അങ്ങ് ചെയ്ത് തുടങ്ങിയതാണ്. ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ അങ്ങ് പൂർത്തിയാക്കണമെന്നൊരു വാശിയായി. ആ വാശിയിൽ അങ്ങോട്ട് ചെയ്തു. എന്തായാലും നമ്മുടെ മോന് അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടിയെല്ലാം ആക്സോ ബ്ലേഡിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്തെടുക്കാൻ നല്ല പാടാണ്. ഹാർഡായിട്ടുള്ളതാണ്, നല്ല കാതലായിട്ടുള്ള പാർട്ടുകളാണ്. ഇങ്ങനത്തെ ആക്സോ ബ്ലേഡ്, ഈ ആക്സോ ബ്ലേഡിലാണ് നമ്മളിത് കണ്ടിച്ചെടുത്തത്. അപ്പോൾ ഇതുകൊണ്ട് കണ്ടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പീസുകളെല്ലാം കണ്ടിച്ചെടുക്കുന്നത് നല്ലൊരു പാടാണ്. അപ്പോൾ നല്ല ഹാർഡ് വർക്ക് വരും. അപ്പോൾ ഒരു ദിവസം ഏകദേശം സെപ്റ്റംബർ ലാസ്റ്റോട് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു ദിവസം ഒരു 3 മണിക്കൂറൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ 3 മണിക്കൂർ ഉച്ച സമയമായതുകൊണ്ട് ഭയങ്കര വെയിലാകുമ്പോഴത്തേനും വെയിലത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്താണത് ചെയ്ത് വെച്ചിരിക്കുന്നത്, പുറകിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും വെയിലായതുകൊണ്ട് ഞങ്ങൾ ഒരു 3 മണിക്ക് ശേഷമാണ് പണി തുടങ്ങുന്നത്. പിന്നെ ഒരു 6 മണി വരെ അങ്ങ് നിൽക്കും. അപ്പോൾ പുള്ളി അതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് തരും. ഈ
പീസുകൾ തടികളെല്ലാം കട്ട് ചെയ്ത് തരും. ഞാൻ അതിൻ്റെ ഓരോ പ്ലാനുകളൊക്കെ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ആണി അടിക്കും. ആണി എന്ന് പറഞ്ഞാൽ പലതരം ആണികളാണ് അടിക്കുന്നത്. കോൺക്രീറ്റിൽ അടിക്കുന്നതും തടിയിൽ അടിക്കുന്നതും 2 ടൈപ്പ്. അപ്പം നമ്മൾ ആണി പിന്നെ നീളം 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച് അത്ര ഉള്ളതാണ് ഉപയോഗിച്ചത്. അങ്ങനെ പലതരം ആണികൾ ആണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആണികൾ നമ്മൾ മേടിക്കാൻ വേണ്ടി നമുക്ക് ആകെ ചിലവായത് 550 രൂപയാണ്. ആദ്യ ഗഡുവായിട്ട് നമ്മളൊരു 300 രൂപയുടെ ആണി മേടിച്ചു. പിന്നീട് ഒരു 100 രൂപയുടെ, അതെല്ലാം ചെറിയ ആണിയായിരുന്നു ആദ്യം വാങ്ങിച്ചത്. അത് തന്നെ. പിന്നെ രണ്ടാമത് ഒരു 100 രൂപയ്ക്ക് ആണി മേടിച്ചു. ആ കൂട്ടത്തിൽ കുറച്ച് ചെറിയ ആണികൾ മേടിച്ചായിരുന്നു. 2 ഇഞ്ചിന്റെ കോൺക്രീറ്റിൽ അടിക്കുന്നത് അന്ന് വാങ്ങിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു 250 രൂപയുടെ ആണിയും വലിയ ആണി വലിയ ആണി മേടിച്ചു. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേനും നമുക്ക് വലിയ ആണിയുടെ ഉപയോഗമാണ് വന്നത്. അപ്പോൾ അന്ന് ഈ 250 രൂപയുടെ ആണി മേടിച്ചു. പിന്നെ ഒരു 10 ആക്സോ ബ്ലേഡ് മേടിച്ചു. അപ്പോൾ തടിയൊക്കെ കൂടെ മുറിക്കും. ആദ്യം നമ്മൾ മേടിച്ചെല്ലാം തീർന്നു പോയായിരുന്നു, അതിൻ്റെ മൂർച്ചയെല്ലാം പോയായിരുന്നു. അടിയിലടിക്കാൻ വേണ്ടി ഇത് കണ്ടോ, കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, നെറ്റ് അലുമിനിയം നെറ്റാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കോഴീനെ നിൽക്കുന്ന ആദ്യ ടോപ്പിൽ അടിച്ചിരിക്കുന്നത് ഈ അലുമിനിയം നെറ്റാണ്. ഇത് നമ്മൾ 5 അടി 5.3 3 അടി ഇത് വീതി, 5 അടി നീളം, ആ ഒരു രീതിയിലാണ്. പിന്നെ ഹൈറ്റ് എത്രയാ വരുന്ന കൂട്ടാ? 3 അടി. 3 അടി ഹൈറ്റ്. അതിന്റെ അകത്തെ ഹൈറ്റ് 3 അടി, താഴെ ആ കാല് മാത്രം 1 അടി നിപ്പുണ്ട്. പിന്നെ നമ്മൾ കല്ലിന്റെ മണ്ട വെച്ചിരിക്കുന്നത് ജീവികളൊന്നും വന്ന് എന്താ പറയുന്ന അതിന്റെ അകത്തോടെ കൈയിട്ട് വലിച്ച് കോഴീനെ ഭക്ഷണമാക്കാതിരിക്കാൻ. എല്ലാവരും പറയും ഞങ്ങളോട് വന്നിട്ട് ഇപ്പൊ 6 മാസമല്ലേ ആകുന്നുള്ളൂ. ഇവിടെ ഇപ്പൊ താഴെ ഭാഗത്തൊക്കെ കുറുക്കന്റെ ശല്യം ഉണ്ടെന്നാ പറയുന്നത്. ശരിയാ, അത് വൈകുന്നേരം ആകുമ്പോൾ കൂന്ന് പൂച്ച കേൾക്കാം. മനുഷ്യൻ കാരണപോലെ തന്നെ. ചെരുപ്പ് താഴോട്ട് പോയി എടുക്കട്ടെ. ഭയങ്കര കുറുക്കന്റെ കാഴ്ച വൈകുന്നേരം ആയി കഴിഞ്ഞു കഴിഞ്ഞാല്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഉടുമ്പുണ്ട്, കുറുക്കനുണ്ട്, പാക്കാനുണ്ട്, താഴെയെല്ലാം പുള്ളുണ്ട്, പാമ്പുണ്ട്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് താഴെ. കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ തോട്ടമാണ്. അപ്പോൾ അവിടുന്ന് താഴെ ഭാഗങ്ങളൊക്കെ തെളിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കുറുക്കൻ്റെ വാസസ്ഥലം പോയി. അതുകൊണ്ട് വൈകുന്നേരം ആൾക്കാരും തീറ്റ കിട്ടാൻ നാട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോൾ അവിടുന്ന് കൂവിക്കാറി വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ദിവസവും ഈ പരിസരത്തോടെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്ര സേഫ്റ്റി ആയിട്ടുള്ള ഒരു കൂട് നിർമ്മിച്ചത്. പിന്നെ അടിഭാഗത്ത് 2 നെറ്റ് അടിച്ചിട്ടുണ്ട്. അടിഭാഗത്ത് അതായത് ആ പച്ചയും അലുമിനിയം, അത് മണ്ടയ്ക്ക് അടിച്ചിരിക്കുന്നതാണ്. കോഴി കുഞ്ഞുങ്ങൾക്ക് നിൽക്കാനുള്ള പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മൾ മണ്ടക്കത്തെ അലുമിനിയം നെറ്റ് അടിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ പുറത്ത് നമ്മൾ കണ്ട ആ സിൽവർ കളറിലുള്ള ആ നെറ്റാണ്. അത് അലുമിനിയം അലോയാണ്. അത് അടിച്ചിരിക്കുന്നത് കോഴിക്ക് നിൽക്കാനാണ്. അതിൻ്റെ താഴെ നമ്മളൊരു നെറ്റ് അടിച്ചിരിക്കുന്നത് വളരെ തന്ത്രപരമായിട്ടാണ്. അതിൻ്റെ ഇടയ്ക്കൊരു 3-3.5 ഇഞ്ച് ഗ്യാപ്പിട്ടാണ് നമ്മൾ ആ താഴത്തെ അടിച്ചിരിക്കുന്നത്. പിന്നെ താഴെ അടിച്ചിരിക്കുന്ന നെറ്റിന് 1 സെൻറ്റിമീറ്റർ ചതുരത്തിലാണ് അതിൻ്റെ ആ അകത്തെ കളം വരുന്നത്. അതെന്തിനാണ് അങ്ങനെ അടിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര അകലത്തിൽ ഇടുമ്പോൾ ഈ പറയുന്ന ഇരപടിയന്മാർക്കൊന്നും ഒന്ന് അടിയിൽ നിന്ന് ഒന്ന് കൈയിട്ട് വലിച്ച് കോഴിയുടെ കാലൊന്നും പറിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അടിയിൽ ആ പച്ച നെറ്റ് അടിച്ചത്. അതും സെയിം അളവിൽ തന്നെയാണ് അടിച്ചത്. അതിൻ്റെ വിലക്കൂടിയ നെറ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ള നെറ്റ് തന്നെയാണ്. താഴെ അടിച്ചിരിക്കുന്ന ഇരുമ്പിൻ്റെ നെറ്റാണ്. അതിനൊരു പച്ച കളറ് കോട്ടിങ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ അടിച്ച് ഉറപ്പിച്ചിരിക്കുന്ന ഈ അലുമിനിയം പൈപ്പിലാണ്. ഈ അലുമിനിയം പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കടയുടെ അന്ന് നേരത്തെ ഞങ്ങൾ ഫൈബർ വർക്ക് ചെയ്യുന്നുണ്ട്. അത് തന്നെ, ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ട് ഫൈബർ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അന്ന് അത് തിരിച്ച് നമ്മൾ ഈ വീട്ടിലേക്ക് പോകുന്ന കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ഇത്തരം പൈപ്പുകൾ മിച്ചം വന്നിരുന്നു. അപ്പോൾ ആ പൈപ്പൊന്നും കളയാതെ തന്നെ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്നേ. അപ്പോൾ ആ പൈപ്പുകളാണ് നമ്മൾ ഇത് കണ്ടോ, ഇത്രയും കട്ടിയുള്ള പൈപ്പാണ്. അപ്പോൾ ഇതിന് വലിയ ചിലവൊന്നുമില്ല. അന്ന് നമ്മൾ 10-18,000 രൂപ മുടക്കി ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അത് കളയാതെ സൂക്ഷിച്ച് വെച്ചിരുന്നതുകൊണ്ട് അത് നമുക്ക് ആ ഒരു പൈപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതുണ്ടോ ഈ അലുമിനിയം പൈപ്പ് നമ്മളിവിടെ ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ അകത്ത് അപ്പം ഇത് പുറത്തും നമ്മൾ ഈ അലുമിനിയം പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് വെച്ച് ഈ വിടവിക്കൂടെ കുറുക്കനോ പാക്കാനോ കീരിയോ അതുപോലെയുള്ള അങ്ങനെയുള്ള ജീവികളൊന്നും വന്ന് കൈയിട്ട് കഴിഞ്ഞ് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ പൂച്ച അവനെ ഈ നിലത്തുനിന്ന് തൂങ്ങി കൈയിട്ട് ഇതിനകത്തൂടെ പാത്രം പിടിച്ചു വലിക്കുക. അപ്പൊ അത് രസം എന്നാന്ന് വെച്ചാൽ കോഴീനെ പിടിക്കാനല്ല അത് വരുന്നത്, കോഴിയുടെ തീറ്റ തന്നെയാണ്. അപ്പൊ ആ ലൂപ്പ് ഹോൾ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇന്നലെ അത് മിച്ചം ഉണ്ടായിരുന്ന ഒരടിയുടെ നെറ്റാ. അപ്പൊ അത് അവിടെ അങ്ങ് അടിച്ചു വെച്ചു. അങ്ങനെ അതങ്ങോട്ട് അവിടെ അങ്ങ് സെറ്റാക്കി. അപ്പം നമ്മുടെ ഇതിൻ്റെ ഈ ടോപ്പ് ഇട്ടിരിക്കുന്നത്
ആസ്പെറ്റോസ് ഷീറ്റാണ്. ഇത് 10 അടിയുടെ വലിയൊരു ഷീറ്റ്. ആ ഷീറ്റ് നമ്മൾ 5 അടിയായിട്ട് മുറിച്ച് വാങ്ങിച്ച. ആ, അത് അവിടെ തന്നെ മുറിച്ച് തന്നായിരുന്നു, ആ കടയിൽ നിന്ന് തന്നെ. അതുകൊണ്ട് അതൊരു ലാഭമായി. നമ്മളത് മുറിക്കാൻ നിന്നാ മെഷീനൊക്കെ അല്ലെ ആക്സോ ബ്ലേഡിന് മുറിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര അത് ഞങ്ങളുടെ പരിധി വരുന്ന കാര്യമല്ല. അതുകൊണ്ട് അത് അവിടെ നിന്ന് തന്നെ നമുക്ക് മുറിച്ച് കിട്ടിയതുകൊണ്ട് ഓട്ടോയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു ചിലവ് വേണ്ടി വന്നുള്ളൂ. പിന്നെ അതിൻ്റെ അടി നമ്മൾ ഈ തുരുമ്പെടുക്കാതിരിക്കാൻ കമ്പിക്ക് കെട്ടിക്കഴിഞ്ഞാൽ തുരുമ്പെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അലുമിനിയത്തിൻ്റെ പീസ് തന്നെ. അപ്പോൾ ഇത് ഇവിടെ വേസ്റ്റായിട്ട് കിടന്നതാണേ, ഇത് കണ്ടോ. അപ്പോൾ ആ അലുമിനിയത്തിൻ്റെ അപ്പോൾ ആ ഒരു പീസ് എടുത്തിട്ട് തന്നെ നമ്മൾ ഇതിനെ തമ്മിൽ അങ്ങ് ബന്ധിപ്പിച്ച് കെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ വേസ്റ്റൊക്കെ വീഴുമ്പോഴും മഴ പെയ്ത് വെള്ളമൊക്കെ വീഴുമ്പം തുരുമ്പെടുക്കത്തില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഡാമേജ് ആകാതെ ഒരു 10 വർഷത്തേക്ക് നമ്മൾ നമ്മുടെ ഈ കൂട് നിലനിൽക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കരുതലോടെയാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അകത്തേക്കൊന്ന് കൂട്ടുകാരെ ഒന്ന് കാണിച്ചാലോ ഇതിൻ്റെ അകത്തെ വർക്കുകളൊക്കെ. കാര്യം ഇതിങ്ങനെ തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു ഹൈടെക് രീതിയിലും കൂടിയാണ് ഇതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുട്ടം പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനൊരു ഷട്ടർ നമ്മളിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. മണ്ണക്കത്തെ ഈ ഷട്ടർ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് കോഴീനെ മുട്ടയിട്ട് കഴിയുമ്പം ഇതിന് പൊരുന്നിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പാണ്. അതിപ്പം നമ്മൾ ഇതിനകത്ത് തന്നെ ചെയ്യുമ്പം അതിന് നമുക്ക് വേറെ സ്പേസ് കണ്ടെത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ അത് സെറ്റ് ചെയ്തത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഈ സൈഡിലത്തെ ഈ സംഭവത്തിൽ നിന്ന് നേരെ ഒരു പലക അടിച്ചിട്ട് ചുമ്മാ ഈ അടി ഇരിക്കുന്ന അകത്തെ 2 എണ്ണം വെറുതെ കയറ്റിയിട്ടിരിക്കുക. പിന്നെ അത് ഉറപ്പിച്ചിട്ടില്ല, മനസ്സിലായോ? അത് അത്രയത്തിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഇവിടെ. ഇപ്പം ഇതിനകത്തൊരു 3 കോഴിയെ നമുക്ക് ഇതിനകത്ത് നടുക്ക് സെപ്പറേഷൻ തിരിക്കുകയാണെങ്കിൽ നമുക്ക് 3 കോഴിയെ 3 കോഴിക്ക് നമുക്ക് ഓരോ കള്ളിക്കകത്ത് നമുക്ക് മുട്ടയിടാനും അതിനെ പൊരുന്ത വെക്കാനും അല്ല അടയിരിക്കാനും ഇങ്ങനെ 3 കള്ളിയായിട്ട് നമുക്ക് തിരിക്കണം. അപ്പോൾ അത് തിരിക്കണം, അതിന് വേണ്ടിയിട്ട് ഇച്ചിരി പണിയും കൂടെ ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ അത് ഒന്നാക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൂടെ അങ്ങോട്ട് കയറി വരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത്ര നല്ല സേഫ്റ്റി ആയിട്ടാണ് അതിനെ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടോ, അടച്ചു കഴിഞ്ഞാൽ കോഴിക്ക് ഇതിനകത്ത് കയറിയിരുന്ന് മുട്ടയിടാം. മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ കോഴിക്ക് പുറത്തേക്ക് ഇറങ്ങി പോരുകയും ചെയ്യാം. ഇതിങ്ങനെ മണ്ടേന്ന് പിടിപ്പിച്ചിരിക്കുന്ന കാരണം ഈ തടിക്ക് നല്ല വെയിറ്റ് ഉള്ള കാരണം നമ്മൾ അടയ്ക്കാൻ മറന്നാലും തന്നെ താട്ട് വന്ന് ഇങ്ങനെ അടഞ്ഞോളൂ, ഇങ്ങനെ ചാരി നിൽക്കും. തുറക്കാൻ ഇച്ചിരി പാടാ, ഈ തടിക്ക് ഇച്ചിരി വെയിറ്റ് ഉള്ള നല്ല വെയിറ്റ് ഉണ്ട് തടിക്ക്. പിന്നെ ഈ വിജാഗിരി ഉറപ്പിച്ചിരിക്കുന്നത് സ്ക്രൂവലാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഇളക്കം വരുന്നത് കാരണം അത് ഇളകിപ്പോ ആണി അടിച്ചു കഴിഞ്ഞാൽ അത് ആ ഇളക്കം വരുമ്പം ആണി ഊരിപ്പോരും. സ്ക്രൂ ആണെങ്കിൽ അങ്ങനെ പിരിച്ചു കയറ്റുന്നത് കാരണം അത് ഊരിപ്പോരാൻ സാധ്യത കുറവ്. നമ്മളങ്ങോട്ട് മുട്ട അങ്ങ് ഇടാൻ വേണ്ടി കോഴിനെ കയറ്റി ഇട്ടാൽ മതി, ഇട്ട് ഓട്ടോമാറ്റിക് അതങ്ങ് അടഞ്ഞോളും. കോഴിക്ക് മുട്ട ഇട്ടതിന് ശേഷം കോഴി കൊക്കുമല്ലോ, കൊക്കുമ്പോൾ അങ്ങ് തുറന്നു കൊടുത്താൽ കോഴി ഇങ്ങനെ ഇറങ്ങി പോന്നോളും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴെ നമ്മൾ 2 റൂമുണ്ട്, ലിവിങ് റൂമാണ്. ആ ലിവിങ് റൂമിൻ്റെ ഡോറുകൾ ഒരെണ്ണം നമ്മൾ ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത്. തേക്കിൻ്റെ തടിയാണ്, ആ തടിയിലാണ് നമ്മൾ ഒരു ഡബിൾ ഡോറ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു ഡോർ ഒരു സിംഗിൾ ഡോറാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന് നല്ല സേഫ്റ്റി ആയിട്ടുള്ളൊരു കൊളുത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിംഗിൾ ഡോർ തുറക്കുമ്പോൾ അത് ഉള്ളിലേക്ക് കയറി പോയിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേട്ടോ, അത്തേ പോയി തട്ടി ചെയ്യുന്നത് ഒരു ആശാരിമാർ ചെയ്യുന്നതിനെ കഴിഞ്ഞും നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ ഇതിനെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഞാനും ചെറുക്കനും കൂടിയാണ് ഇതെല്ലാം കട്ട് ചെയ്തതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഇതിനകത്ത് നമ്മൾ നെറ്റ് ഇട്ടിട്ടുണ്ട്. ഈ നെറ്റാണ് നമ്മൾ പറഞ്ഞത്. എത്ര കൂട്ടം ഇതിൻ്റെ വില? ഇതിപ്പോ 5.3 സ്ക്വയർ. അത് നമ്മൾ വാങ്ങിച്ചതനുസരിച്ച് കൂടുതലായിരുന്നു. അതായത് ഈ താഴെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതും കൂടെ കൂടുമ്പോൾ 4.5 ആണ് അതിൻ്റെ അളവ്. അത്രത്തിന് 1096 നമുക്ക് ഫുള്ളായത്. അതായത് 4 × 5 20 സ്ക്വയർ ഫീറ്റിന് 1090, അതായത് 1100 രൂപ അത്ര അടുത്താണ് നമുക്ക് ആയത്. അപ്പോൾ അതിലും കുറവേ വരത്തുള്ളൂ. 3.5 വാങ്ങിക്കുമ്പോൾ 15 സ്ക്വയർ ഫീറ്റ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിലും കുറവേ ആകത്തുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ അത് കൂടിപ്പോയതാണ്. പുള്ളി മുറിച്ചപ്പോൾ അത് അത്രയും വലിയ നെറ്റായിട്ടാണ് അത് അവിടെ ഇരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അപ്പോൾ നമ്മൾ 2ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് ഉണ്ടോ. ഇതിങ്ങനെ 2 സെപ്പറേഷൻ ചെയ്തിരിക്കും. അതിനകത്ത് ചെയ്തിരിക്കുന്ന ഹാർഡ് ഇതെന്നാ, ഈ തടിയുടെ പേരെന്നാ? ഹാർഡ് അത് ഹൈ ഡെൻസിറ്റി ഫൈബർ എന്ന് പറയും. എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ഒരു തടി വെച്ചാണ് ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്നാ വെച്ച് കഴിഞ്ഞാൽ കോഴി അതിനകത്ത് നിൽക്കുന്നതല്ലേ, അപ്പോൾ ഇച്ചിരി നല്ല
ഇക്കോ ഫ്രണ്ടായിട്ട് നിൽക്കട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനടിയിൽ നമ്മുടെ ഇരുമ്പ് നെറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് കട്ടിക്കുണ്ട്. ഈ തടിയുടെ ഒരു കട്ടിക്ക് ഇട്ട് കൊടുത്തോണ്ടാണ്. തമ്മി അടുത്തല്ല, അതുകൊണ്ട് വീര്യ പാമ്പോ മറ്റു ക്ഷുദ്രജീവികളോ അടിയിൽ നിന്ന് കാലേ കടിച്ച് വലിക്കാൻ നോക്കിയാൽ നടക്കുകയില്ല മോനെ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തെ ഈ 2 ഇത്. നല്ലൊരു കൊളുത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ സേഫ്റ്റി ആയിട്ട് കോഴി ആയിക്കോളൂ. ഇപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര തീറ്റ കൊടുക്കാൻ വേണ്ടി കൊടുക്കാത്ത കൊണ്ടൊന്നും അല്ല കേട്ടോ. രാവിലെ നമ്മളിപ്പോൾ തിന്നിട്ടാ ആക്രാന്തോ തീറ്റ ഞങ്ങളെ കണ്ടുകൊണ്ട് കാക്കയൊക്കെ മേളിൽ വന്ന് നോക്കിയിരിക്കുവാണ്. അപ്പോൾ കാക്കയല്ലേ ഈ കാപ്പിയെ വന്നിരുന്നത് നമ്മളിതിൻ്റെ അകത്ത് എന്നതാണ് നടക്കുന്നത്, ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, ഇവ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കാക്ക പൊക്കത്തൊന്ന് നോക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ കാക്കയുടെയും പൂച്ചയുടെയും പട്ടിയുടെയും ഇപ്പോൾ കുറുക്കൻ്റെയും ഉടുമ്പിൻ്റെയും കുറുനരി കീരി അങ്ങനെയുള്ള ക്ഷുദ്രജീവികളുടെ ഭയങ്കര ശല്യമാണ് ക്ഷുദ്രജീവി. അപ്പം അതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും സേഫ്റ്റി ആയിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇതിന് ടോട്ടലി എത്ര രൂപ ചിലവായിട്ടുണ്ട് കൂട്ടാ? ടോട്ടലി ആ കമ്പി അടിച്ചതിൻ്റെ 2, അതായത് 2 കമ്പി, താഴത്തെ ഇരുമ്പിൻ്റെ നെറ്റും, ആ ഇരുമ്പിൻ്റെ നെറ്റ് നമുക്ക് പിന്നെ മാറ്റി കെട്ടാന്നുള്ള രീതിയിലാണ്. അതായത് തുരുമ്പെടുക്കുമ്പോൾ അത് മാറ്റി കെട്ടാന്നുള്ള അടിയിൽ കൊടുത്തിരിക്കുന്നത് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അലുമിനിയം ഇത് മാത്രമേ നമ്മൾ തുരുമ്പെടുത്ത് പോകുന്ന ഒരു ഇതുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ വീണ്ടും അഴിച്ച് കെട്ടത്തക്ക രീതിയിലാണ് അതിനെ അടിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ കോസ്റ്റ് 600 രൂപയായി. 3 അടി വീതി, 5 അടി നീളം, അങ്ങനെയാണ് അതിൻ്റെ. അതായത് ഇപ്പോൾ 15 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ 15 സ്ക്വയർ ഫീറ്റിന് 600 രൂപ അടുത്താണ് വിലയായത്. അത് ഇച്ചിരി കൂടിയ കമ്പിയാണ്. നിങ്ങളിപ്പോൾ ഇത്രയും കൂടുതലൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ജസ്റ്റ് ആ ജീവികൾ അതിനോടെ കൈയിടാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ 2 കോസ്റ്റ് 1700 രൂപ അടുത്തായിട്ട് വരും. പിന്നെ കൊളുത്ത്, വിജാഗിരി, ആണി, അതെല്ലാം. പിന്നെ ഇത് ഷീറ്റ് വാങ്ങിച്ചത്, പിന്നെ അതിൻ്റെ വണ്ടിക്കൂലി, അതായത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ളത്, അങ്ങനെ മൊത്തം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 4600 രൂപ അത്ര അടുത്തേ ആകുന്നുള്ളൂ. അത്രയും ചെലവ് മൊത്തം 4300. 4300 രൂപയെ ചെലവാകുന്നുള്ളൂ. അതായത് പൈസയായിട്ട് നമുക്ക് ചെലവായത് അത്രേ ഉള്ളൂ. കോഴി ഉൾപ്പെടെ മേടിച്ച് അതിൻ്റെ ഇതെല്ലാം ചെയ്തതിന് നമുക്ക് 4600 രൂപയെ ചിലവായിട്ടുള്ളൂ. ബാക്കി പിന്നെ ഞങ്ങളുടെ 2 മാസത്തെ ഒരു ദിവസം ഒരു 3 മണിക്കൂർ വെച്ച്, അതായത് 3 മണി തൊട്ട് 6 മണി വരെയുള്ള 2 മണിക്കൂർ 2.5 മണിക്കൂർ കൂട്ടിയാൽ മതി. അത് വെച്ചുള്ള ഒരു അധ്വാനം മാത്രമേ നമുക്ക് ചിലവായിട്ടുള്ളൂ. അതേസമയം നമ്മൾ ഈ ഒരു അളവിലുള്ള ഒരു കൂട് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഒരു 12,000-15,000 രൂപയാണ്. കൂടിന് തന്നെ അത്ര ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഭയങ്കര വലിയ കൂടാ. 5 അടി നീളം, 3 അടി ഹൈറ്റ്, 3 അടി വീതി, ആ രീതിയിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത്രയും രൂപയെ ചിലവ് വന്നിട്ടുള്ളൂ. ഇത്രയും ചിലവ് വളരെ കുറഞ്ഞ രീതിയിലാണ് നമ്മുടെ ഈ കൂട് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തടിയെല്ലാം മറ്റുള്ളവർ ഉപേക്ഷിച്ച തടിയാണ്. അത് തന്നെ, ഇതിനകത്തെ തടി പിന്നെ നല്ല തടികളാണ് കേട്ടോ. നല്ല തടിയാ, മോശപ്പെട്ട തടിയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അനിയൻ ഉണ്ടാക്കിയ വീടിൻ്റെ മിച്ചമായിരുന്നു. അവർ നല്ലൊരു വീടാണ്, നല്ല വില കൂടിയ 1 കോടി രൂപ അടുത്ത് ചിലവിട്ട് നിർമ്മിച്ച അടിപൊളി ഒരു വീടാണ്. ചില്ല് കൊട്ടാരമാണ്. അപ്പോൾ ആ ചില്ല് കൊട്ടാരം തന്നെയാണ്, ഒരു ഹോട്ടൽ പോലെയാണ് ആ ഒരു വീട് സെറ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് തടിയുടെ വർക്ക് കുറവേ ഉള്ളായിരുന്നു, കൂടുതലും ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തടി കുറച്ച് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് മിച്ചം വന്ന തടികളാണ്. അപ്പോൾ അതുകൊണ്ട് ആ തടി നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള തേക്ക് തടിയും ആഞ്ഞിലി തടിയാണ്. അപ്പോൾ ഇത്രയും രൂപയാണ് നമ്മുടെ ഈ കോഴിക്കോട് നിർമ്മാണത്തിന് ചിലവ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വീട്ടിലിങ്ങനെ ഒരു കോഴിക്കോട് സെറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യുന്നതിൻ്റെ ചിലവും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, എത്ര നാളെടുക്കും എന്നൊക്കെ ഏകദേശം പിടികിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്നും അറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആകത്തില്ല, അല്ലേ കൂട്ടാ? നമുക്ക് നല്ലൊരു കോഴിക്കോട് നിർമ്മിക്കാം. നമ്മുടെ വീട്ടിൽ ഇപ്പം സാധാരണ മൈക്രോ വീടുകളാണെങ്കിലും ഒരു ദിവസം രാവിലെ ഒക്കെ ആകുമ്പോഴത്തേനും നല്ലൊരു അളവ് ഫുഡ് മിച്ചം വരുന്നുണ്ട്. രാത്രിയിൽ ഒരു 1 ഡേയിലെ ഫുഡുകൾ ഒരുപാട് മിച്ചം വരും. അപ്പോൾ ആ മിച്ചം വരുന്ന ഫുഡൊക്കെ നമ്മൾ വെറുതെ അങ്ങോട്ട് കളയുമ്പോൾ അത് നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഫുഡ് നമ്മൾ അല്പം
ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കഴുകിയോ വൃത്തിയൊക്കെ ആയിട്ട് രാവിലെ ഇച്ചിരി നമുക്ക് കോഴിക്ക് കൊടുക്കാം അല്ലേ? അതിന് ചീര പിന്നെ അത് എന്നാ ക്യാരറ്റ് മറ്റേ ഇന്ന് രാവിലെ തന്നെ കൊടുത്തു. ഇപ്പം നമ്മളിത് 2 മാസമായതാണ് മേടിച്ചിരിക്കുന്നത്. അപ്പം 2 മാസം പല ഇനമുണ്ട്. അപ്പം നമ്മൾ 10 കോഴീനെയാണ് മേടിച്ചിരിക്കുന്നത്. 10 കോഴീനെ മേടിച്ചതിൽ 2 പൂവനാണ്. അതിലൊരു കൊക്കേപ്പാണ്ടിയും ഒരു വെള്ളക്കോഴിയാണ് പൂവന. പിന്നെ വരുന്നത് 8 2 ജോഡിയായിട്ട് തന്നെ. പുള്ളിക്കോഴി 2 ഉണ്ട്. പിന്നെ വൈറ്റ് ഉണ്ടല്ലേ കൂട്ടാ? വെളുത്തത് 2 വൈറ്റ് ഉണ്ട്. അവന് ഇച്ചിരി കൊത്തനാ. അതിലൊരെണ്ണ വലുത് വലിയ കൂട്ടുകാരനാ. അപ്പൊ നമ്മളത് കൂടുതൽ ബ്രൗൺ കളറിലും ഉണ്ട്. പിന്നെ ഒരു ഗിരിജാജുണ്ട്, അതിന്റെ ഒരു കറുപ്പുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ 10 ഉണ്ട്. അപ്പൊ ആ 10 കോഴിനെ നമുക്കൊന്ന് ഇടാം. ഞാനും കുട്ടനും മിന്നും കൂടെയാണ് നമ്മുടെ ഈ കൂട്ടിനകത്തേക്ക് ആദ്യ ഉദ്ഘാടന കർമ്മം 2 നമ്മുടെ കള്ളികളിലേക്ക് ഇട്ട് നടത്തുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ പേരുകളൊക്കെ ആയിട്ട് നമ്മൾ ആ വീഡിയോ ഇതാ പുറകെ വരുന്നു, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത്ര എളുപ്പമുണ്ട്. അപ്പം നമ്മൾ 10 മേടിച്ചത്. 2 പൂവനും ബാക്കി 8 പെടയാണ് മേടിച്ചത്. 8 പെടേനെ അയാൾ അതിനെ അങ്ങനെ എടുത്ത് ആരാ ഇടുന്നത്? കുട്ടനങ്ങ് കേട്ടോ, ഒരെണ്ണം കൂട്ടനിട്ടോ. കള്ളി അങ്ങോട്ട് ഇട്ടോ, പിടിച്ചോ, ഇതിനകത്തോ ഒന്ന് കയറ്റിട്ടോ, അടക്കിയത് വായും പൊളിച്ചു നോക്കും. ഒരെണ്ണത്തിനെ ഞാനിടാം, ഒരെണ്ണത്തിനെ നിന്ന് ഇടണേ. കുറേ നേരമായി ഇതിനെ ഞാനിടാം. പുള്ളിക്കോഴിയാണ്. എവിടെയാ? ഇവിടെ തന്നെയാണോ? ഇതിനെ ഇവിടെ ഇട്ടോ, അത് പറക്കത്തില്ല. അപ്പം നമ്മൾ പുതിയ താമസക്കാരെ ഇച്ചിരി വെള്ളം കൊടുക്കണം. പ്രവേശെടുക്കുന്നുണ്ട്. താഴോട്ട് കൊക്കേപ്പാൻ്റെ ഇങ്ങോട്ട് നോക്കടാ, ക്യാമറയ്ക്ക് നോക്കണം. പേരിടുന്നില്ലേ? കൊക്കേപ്പാൻ്റെ ഈ പേരൊക്കെ നിങ്ങൾ ഇട്ടാൽ മതി, ഓരോന്നിനെ സെലക്ട് ചെയ്ത്. അപ്പോൾ ഇതിനെ നമ്മൾ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. തല കണ്ടോ? തല ക്യാമറ പോലെ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. അങ്ങനെ മിന്നു ഒരു കോഴീനെ എടുത്തിടുന്ന ചടങ്ങിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കോഴീനെ കൈ പിടിച്ചിരിക്കുന്നു. എന്ത് ചെയ്യ കറുപ്പോ? ഹലോ ബ്ലാക്ക് ഗൈ, എന്ത് ചെയ്യും? അതെ വലിയ ആകുമ്പോൾ അതിൻ്റെ കളറൊക്കെ മാറും കേട്ടോ. ഇപ്പം നമ്മളൊരു വെള്ളക്കോഴിയാണത്. ഇത് ഞാൻ എടുത്തോണ്ടിരിക്കുക. 53 സെക്കൻഡ്. അതാണോ വലുതാകുന്നത്? ചെറിയനെന്തോ പറ്റിയില്ല, കൊത്തുകൂടിയാണെന്ന് തോന്നുന്നു. സാരമില്ല, ഞാൻ നോക്കി പിടിച്ചോളാം. തീർന്നോ? ഇല്ല, അത് പുള്ളിക്കോഴിയാണ്. അത് അടയ്ക്കണേ, തുറന്നിങ്ങ് ചാടും. അതെ, ഫിഷ് ചെയ്യണം. ഇതൊരു പുള്ളിക്കോഴിയാണ്. ഇതാണ് ഇച്ചിരി വെള്ളം വരും.
ഇതൊരു പുള്ളിക്കോഴിയാണ്. ഇവിടെ നിന്ന് ചാടണം. അടുത്ത് വരാം. അപ്പം നമ്മുടെ ഈ രണ്ടാമത്തെ കള്ളിയും കൂടെ കൂട്ടുകാരെ ഒന്ന് കാണിക്കാം. അതിനകത്താണ് ഇപ്പോൾ നമ്മുടെ കോഴികൾ 10 കിടപ്പുണ്ട്. തീറ്റ കിട്ടാൻ വേണ്ടി ഒന്നും അല്ലെന്നേ, ചുമ്മാ കിടന്ന് കരയുന്നത് ഞങ്ങളെ കണ്ടുകൊണ്ടുള്ള. അപ്പം നമുക്ക് ഇതും കൂടെ ഒന്നെയാണ് തുറക്കുമ്പോൾ ഈ ചാടിപ്പോരുക, ചാടാൻ നോക്കും. ചാടിയ ചെറുതായതുകൊണ്ട് 2 മാസം പ്രായമായ കോഴിനെയാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇണങ്ങിയില്ല, കാണുമ്പം ചിലപ്പോൾ ചാടി ഇങ്ങോട്ട് പോരും. ഇതാണ് നിൽക്കുന്ന ടീമുകൾ. 10 ഉണ്ട്. എന്താ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മൾ അതുപോലെ തിരിച്ചിട്ടുണ്ട്. ഇതും ആ ഒരു തലയിട്ട് പുറത്തോട്ട് പോകണ്ട. പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നിന്നെയൊക്കെ പിടിക്കാൻ വേണ്ടി കീരി 60 ടീമുകളും ഉണ്ട്. അപ്പോൾ ഇത് 2 മാസം പ്രായമായതാണ്. ഈ 2 മാസം പ്രായമെങ്കിൽ ഇതിന് വലിയ ബോധമൊന്നുമില്ല. തിന്നുക എന്നുള്ളത് തിന്നുക. പിന്നെ ഉടമസ്ഥനെയൊക്കെ മനസ്സിലായി വരുന്നതേ ഉള്ളൂ. കൊണ്ടുവന്നിട്ട് ഇച്ചിരി നാളായത് ചുറ്റുപാടിനെ പറ്റി യാതൊരുവിധ ബോധവും ഇല്ല. അതുകൊണ്ട് ഓടിക്കഴിഞ്ഞാൽ മറ്റേകൾ പിടിക്കുമെന്നൊന്നും വിവരം അറിയാം. അപ്പോൾ ഞങ്ങളുമായിട്ട് ഇണങ്ങി വരണം. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവരും പരിശ്രമിക്കുന്നു. നമ്മളും അതിന് വേണ്ടി സെറ്റാക്കാൻ വേണ്ടി നോക്കണം. ഇതാണ് രണ്ടാമത്തെ കള്ളി, രണ്ടാമത്തെ ലിവിങ് റൂം. അതിനും നല്ലൊരു കുളത്തൊക്കെ ഉണ്ട്. അപ്പം പൂർണ്ണമായിട്ടും നല്ല അടിപൊളി സെക്യൂരിറ്റി സംവിധാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹൈടെക് രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഫുഡ് കൊടുക്കാനുള്ള ഒരു സംഭവം കൂടെ ഫ്രണ്ടിൽ ചെയ്യണം. വെള്ളം ഇതിങ്ങൾക്ക് എപ്പോഴും വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് വെള്ളം പാത്രത്തിൽ വെച്ച് കൊടുക്കാനും തീറ്റേനെ കഴിഞ്ഞും വെള്ളം എപ്പോഴും വേണം. പിന്നെ ഇപ്പം നല്ല വെള്ളം വേണം, വായുസഞ്ചാരം വേണം. ചൂടല്ലേ എന്നേ, നല്ല പരവേശം എടുക്കും. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യണം ഇതിൻ്റെ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായതെന്ന് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പരിസരമൊക്കെ നമുക്കിനി കുറച്ച് ക്ലിയർ ആക്കണം. കാടൊക്കെ ഇവിടെയൊക്കെ ഒന്ന് തെളിക്കണം. ഇത് ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കുറ്റം പോലെ തെളിച്ചിട്ടതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു 2 മാസത്തെ നടത്തം കൊണ്ട് തന്നെ ഇവിടുത്തെ പുല്ലെല്ലാം പറഞ്ഞു പോയി. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് നെറ്റടിച്ച് മറക്കണം അല്ലേ കൂട്ടാ? സൈഡ് നെറ്റടിച്ച് മറച്ചെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അതുങ്ങൾ എന്നാ പറയുന്നത്, ചാടി തുറന്നു വിട്ടാ ബോധമില്ലാതെ കണ്ണും വഴി ഓടുന്നു പോവേ. തന്നെ ഇതുണ്ട്, അത് നമ്മുടെ ഈ താഴെ ഇതുണ്ട്, ഈ മാടിൻ്റെ നമ്മുടെ ഈ പറമ്പിൻ്റെ സൈഡ് വഴിയാണ്. ഇത് മെയിൻ റോഡാണ് കണ്ടോ. അത് കഴിഞ്ഞ് അങ്ങോട്ട് ശരിക്കും കാടാ. ഇത് ഇതിൻ്റെ താഴോട്ട് നല്ല റബ്ബർ തോട്ടമാണ്, ഈ കാട് പിടിച്ച് കിടക്കുന്ന റബ്ബർ തോട്ടമാണ്. ഇതിൻ്റെ അത് ഈ തോട്ടം കഴിഞ്ഞ് അപ്പുറത്തൊരു 50 മീറ്റർ കഴിയുമ്പോൾ അവിടെയും വഴിയാണ്, കറുകച്ചാലിൽ നിന്ന് വരുന്ന വഴിയാണ്. ആ വഴി ഇങ്ങനെ ടൗണിൽ നിന്ന് വരുന്ന വഴി. അപ്പോൾ ടൗണിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴി ഇത് കണ്ടോ. ഇങ്ങനെ ഞാൻ വന്ന് രാവിലെ വീട്ടിൽ കൂടെ കയറി ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെ അടിച്ച കാണുന്നവർക്ക് മനസ്സിലാവത്തില്ല. ഇതപ്പം നമ്മുടെ വീടിൻ്റെ ചുറ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് നെറ്റടിച്ച് സേഫ്റ്റി ആക്കിയിട്ട് ഇതിനെ പുറത്തേക്ക് വിടണം. അപ്പോൾ ആ 1 മാസത്തേക്ക് ഈ കൂട്ടി കിടക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ കൂട്ടി കിടക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ കൂട്ടാ? എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? എന്താ പറയാനുള്ളത്? അപ്പോൾ കുട്ടനും ഞാനും കൂടെയാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. അവനാണ് ഇതിൻ്റെ കട്ടിങ് എല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ടാണ് കട്ട് ചെയ്ത് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് തന്നതിനെല്ലാം ഞാൻ ആണി പുള്ളിക്ക് അടിക്കാൻ പേടിയായിരുന്നു, അതുകൊണ്ട് ഞാനാണ് ആണി അടിച്ചത്. കോർണെല്ലാം വിരല് ചതയും. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് വയ്യാഴികയൊക്കെ ഉണ്ടായിരുന്നു. 1 മാസം ഞാൻ റെസ്റ്റ് എടുത്തു. ആ സമയത്ത് ആശുപത്രിയിൽ പോയി. ഇനിയിപ്പോൾ 6 മാസം കഴിഞ്ഞാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ നല്ല ശരീരത്തിന് നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇതിനകത്ത് ഇറങ്ങി തിരിച്ചത് പൂർത്തീകരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പൂർത്തിയാക്കി. അപ്പം അങ്ങനെ നമ്മുടെ കോഴിക്കോടിൻ്റെ സെറ്റപ്പ് റെഡിയായി. പുത്തൻ കോഴീനെ നമ്മൾ 10 മേടിച്ചു.
ന്യൂ ഇയറിന് കറക്റ്റ് 1-ാം തീയതി. അതായത് ഡിസംബർ 31-ാം തീയതി നമ്മളതിൻ്റെ വർക്കെല്ലാം പൂർത്തിയാക്കി അന്ന് തന്നെ കോഴിനെ മേടിച്ച് ന്യൂ ഇയറിന് കയറി താമസവും നടത്തി. അപ്പോൾ കയറി താമസത്തിൻ്റെ ചെറിയൊരു ആഘോഷം ഇപ്പോൾ നടത്തിയാണ്. കൂട്ടുകാരതൊന്ന് കാണുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. ഇപ്പോൾ പോകുന്നു. സ്നേഹത്തോടെ. താങ്ക് യു. താങ്ക് യു.